പരിണയം. മിസ് ആരോഹി, ഇപ്പോൾ സമയം എത്രയായി? അക്ഷത് ചോദിച്ചപ്പോഴാണ് ആരോഹിയും അതേക്കുറിച്ച് ഓർക്കുന്നത്. സമയം 1:50. ബ്രേക്ക് തീർന്നിട്ട് 20 മിനിറ്റിലധികം. സർ, അവൾ അവനോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ വലങ്കൈ ഉയർത്തി അവളെ തടഞ്ഞു അക്ഷിത്. ആരോഹി, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. മേലിൽ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ ഓഫീസിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും, ഞാൻ അടക്കമുള്ളവർ, അത് പാലിച്ചിരിക്കണമെന്ന് എനിക്ക് പരിപൂർണമായ നിർബന്ധമുണ്ട്. ഒരിക്കൽ പോലും ആരോഹിയെ ജോലി സമയത്ത് മറ്റെവിടെയും കണ്ടുപോകരുത്. അത് പറയുമ്പോൾ അക്ഷയുടെ വാക്കിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഗാംഭീര്യമോ ഒരുതരം അധികാരമോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു നിറഞ്ഞു നിന്നത്. അവനെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് ആരോഹി ക്യാബിനിലേക്ക് നടന്നു. അതേസമയം ഡയാന ആരോഹിയെ കാത്തിരിക്കുകയായിരുന്നു. താനിതെവിടെ പോയത് ആരോഹി? സാറ് കുറേ സമയം ചോദിച്ചു താൻ എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞത് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ തനിക്ക് അർജന്റായിട്ടൊരു കോൾ വന്നെന്നാ. അങ്ങനെ അത്യാവശ്യമായിട്ട് പോയതാണെന്നാ ഞാൻ പറഞ്ഞത്. ആണോ? താങ്ക് യു ഡയാന. എടോ, ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, സാറിന് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. എങ്ങനെയൊക്കെയോ അന്നത്തെ ജോലി കഴിഞ്ഞ് 5 മണിയായപ്പോൾ ആരോഹി പുറത്തേക്ക് ഇറങ്ങി. ആ സമയം വരെ പിന്നീട് അക്ഷി ക്യാബിനിലേക്ക് വന്നിരുന്നില്ല. അവൾ അവനെയൊട്ട് കണ്ടതുമില്ല. ഡയാനയോട് യാത്ര പറഞ്ഞ് നീലിമയ്ക്കൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ആരോഹി. ബസ് സ്റ്റോപ്പിൽ നിന്നും 3/4 മണിക്കൂർ ദൂരമുണ്ട് നീലിമയ്ക്ക്. ആരോഹിക്ക് അവളുടെ വീട്ടിലേക്ക് കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് വീണ്ടും അവളുടെ ഫോൺ ശബ്ദിച്ചു. ഫോൺ നോക്കിയതും അവളുടെ മുഖം വിടർന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തെ തെളിച്ചം പാടെ മങ്ങിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, അർജുനായിരുന്നു. നീ എവിടെയാ നിൽക്കുന്നേ? ജോലി കഴിഞ്ഞിറങ്ങിയോ? അല്പം പരുഷമായിരുന്നു അർജുന്റെ ശബ്ദം. ജോലി കഴിഞ്ഞിറങ്ങി, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതേയുള്ളൂ, ആരോഹി പറഞ്ഞു. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്. 5 മിനിറ്റ്, ഞാൻ വരും. ഒരുമിച്ച് പോകാം വീട്ടിലേക്ക്. ശരി, അത്രയുമേ പറഞ്ഞുള്ളൂ ആരോഹി അർജുനോട്. ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും ആരോഹിയുടെ ടെൻഷനും പേടിയും കാണിക്കെ നീലിമ അവളെ നോക്കി. ആരാ വിളിച്ചത്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അർജുനേട്ടനാ വിളിച്ചത്. അതിന് നീ എന്തിനാ ഭയക്കുന്നത്? നിനക്കറിയാവുന്നല്ലേ അർജുനെ? അതല്ല നീലു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ അർജുനേട്ടനോട് പറഞ്ഞു. ആളപ്പ പറയുവാ, ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് നടക്കുന്നതെന്ന്. ഈ അർജുനെന്താ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നേ? ഒരുമാതിരി കണ്ണാപ്പി കാമുകന്മാരെ പോലെ. ഒന്നുമില്ലല്ലോ, അയാളൊരു ഡോക്ടറല്ലേ? അതിന്റെ പക്വതയെങ്കിലും കാണിക്കരുതോ? എന്തൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്. ഛേ, നീ എന്താടി അർജുനേട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ പൊന്നുമോളെ, ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ 2 കൊല്ലം പഠിച്ചതല്ലേ ഞാൻ. ഈ അർജുനേട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സൈക്കോ ആണെന്നാ എനിക്ക് തോന്നേ. കോളേജിലും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ആൺകുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങേരുടെ കണ്ണിൽ ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ജോലി സ്ഥലത്തെങ്കിലും ഒന്ന് അടിച്ചു പൊളിച്ച് ഒരു ഫ്രീ ലൈഫ് വേണമെങ്കിൽ നീ നിന്റെ ഏട്ടനോട് ഗുഡ് ബൈ പറയുന്നതാ നിനക്ക് നല്ലത്. നീലു, കാര്യം അർജുനേട്ടൻ പറഞ്ഞത് എനിക്കത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് ബന്ധം പിരിയാനൊന്നും നീ പറയരുത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഉറപ്പായും ഏട്ടൻ മാറും. ചിലപ്പോൾ നേരിക്കണ്ട് ഞങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ആകും. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അർജുന്റെ കാറ് ആരോഹിക്ക് മുൻപിലേക്ക് വന്നു നിന്നു. നീലിമയോട് യാത്ര പറഞ്ഞ് ആരോഹി അർജുന്റെ കാറിലേക്ക് കയറി. ആരോഹി കാറിൽ കയറി ഏറെ നേരമായിട്ടും അർജുൻ ആരോഹിയോട് ഒന്നും തന്നെ സംസാരിച്ചില്ല. അതവൾക്ക് വലിയ വിഷമം ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. കൺകോണിലൂടെ അനുസരണയില്ലാതെ താഴേക്കിറങ്ങാൻ തുടങ്ങിയ മിഴിനീർ തുള്ളികളെ അവൾ സാരിത്തുമ്പുകൊണ്ട് ഒപ്പിയെടുത്തു. ഒരു കണ്ണാലെ അർജുൻ ആ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവളോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ അവന് തോന്നിയില്ല. അതോടെ ആരോഹിക്കും വാശിയായി. അവൾ ഒന്നും മിണ്ടാൻ നിന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം അവരുടെ കാറ് വാര്യത്തെന്നെഴുതിയ ഒരു ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. വാര്യത്തെ വീട്ടിലെ കൃഷ്ണമേനോനും ഭാര്യ സുധർമ്മയ്ക്കും 4 മക്കളാണ്. മൂത്ത മകൻ ഗോപികൃഷ്ണൻ,
ഭാര്യ നിർമ്മല. ഇരുവർക്കും ഒരേയൊരു മകൻ നിരഞ്ജൻ. നിരഞ്ജൻ ഡോക്ടറാണ്. നിരഞ്ജന്റെ ഭാര്യ ലക്ഷ്മിയും ഡോക്ടർ. ഇരുവരും വർക്ക് ചെയ്യുന്നത് വാരത്തെ ഹോസ്പിറ്റലിലാണ്. രണ്ടാമത്തെ മകൻ ശബരി കൃഷ്ണൻ. ശബരിയുടെ ഭാര്യ ഗായത്രി. ഇരുവർക്കും 2 മക്കളാണ്. മൂത്ത മകൻ അർജുൻ ഡോക്ടറാണ്. വാരത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവനും വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മകൾ ആവണി MBBS അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ ഇയർ ആണ് ആവണി ഇപ്പോൾ. മൂന്നാമത്തെ മകൻ ഗോപാലകൃഷ്ണൻ. ഭാര്യ അനുപമ. ഇരുവർക്കും മക്കളില്ല. കൃഷ്ണമേനോന് 4ാമത് പിറന്നത് ഒരു മകളാണ്, വസുധ. വസ്തിയുടെ ഭർത്താവ് വാസുദേവൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഗൾഫിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെയുണ്ട്. വസുധയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇരുവർക്കും ഒരേയൊരു മകളാണ് ആരുഹി. വസുധയ്ക്കും വാസുദേവനും വാരത്തെ വീടിനോട് ചേർന്ന് ഒരു 2 നില വീടുണ്ട്. കൃഷ്ണമേനോൻ മകൾക്കായി പണി കഴിപ്പിച്ച വീടാണിത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് കൃഷ്ണമേനോൻ ഒരു നെഞ്ചുവേദന വന്നപ്പോ അയാൾ മകൾ വസ്തിയോട് അച്ഛന്റെ മരണം വരെ വാരത്തെ കുടുംബ വീട്ടിൽ നിൽക്കാവൂന്ന് ചോദിച്ചു. ആഗ്രഹമായതുകൊണ്ട് തന്നെ അതിന് വസുധ സമ്മതം മൂളി. അങ്ങനെ വസുധയും ഭർത്താവും ആരോഹിയുമായിട്ട് കുറച്ച് നാളുകളായി വാരത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവർക്കായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് വല്ലപ്പോഴും പോയി തൂത്ത് തുടച്ചിടാൻ മാത്രമേ ഉള്ളൂ. അവരുടെ കാർ വീട്ടുമുറ്റത്തേക്ക് നിർത്തിയ പാടെ തന്നെ ദേഷ്യത്തോടെ ഡോർ വലിച്ചു തുറന്നുകൊണ്ട് ആരോഹി പുറത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ അർജുനും. ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ അവരവരുടെ മുറികളിലേക്ക് പോയി. ആരോഹിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാത്ത സങ്കടം. അർജുൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആദ്യമായിട്ടാണ്. അർജുനോട് ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അങ്ങോട്ട് കയറി പറയാനുണ്ടായ സാഹചര്യത്തെ പോലും അവൾ വെറുത്തുപോയിരുന്നു. ഇത്രയും കേട്ടപ്പോ തന്നെ അർജുനേട്ടൻ ഇങ്ങനെ പെരുമാറിയെങ്കിൽ തന്റെ ജോലി അതല്ല, സിഇഒയുടെ PS ആയിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോകാൻ പോലും അനുവദിക്കില്ല എന്ന് കരുതി അർജുനേട്ടനോട് ആ കാര്യം മറച്ചു വെക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും വഴി അർജുനേട്ടൻ അതൊക്കെ അറിഞ്ഞാൽ പിന്നെ വല്ലാത്ത പുകിലാകും ഉണ്ടാവുന്നത്. ആരോഹിക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കുറേ നേരം എന്തൊക്കെയോ ആലോചനകളുമായി ആരോഹി അതേ ഇരിപ്പിരുന്നു. സാരിയുടെ തുമ്പ് തോളിൽ നിന്ന് അഴിച്ചു മാറ്റി മറ്റൊരു വസ്ത്രം ഇടാൻ തുടങ്ങുന്ന നേരത്താണ് ഡോറിൽ ആരോ തട്ടുന്നത് പോലെ ആരോഹിക്ക് തോന്നിയത്. അഴിച്ചെടുക്കാൻ തുടങ്ങിയ സാരി അലസമായി ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് അവൾ പോയി വാതി തുറന്നു. മുമ്പിൽ നിൽക്കുന്നത് അർജുനാണ്. അവൻ വേഷമൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടാലേ അറിയാം, ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നിൽപ്പാണ്. അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയുണ്ട്. ആരോഹി പരിഭവത്തോടെ അകത്തേക്ക് കയറി ജനലോരം തിരിഞ്ഞു നിന്നു. പെട്ടെന്നായിരുന്നു അർജുന്റെ കൈകൾ പിന്നിലൂടെ വന്ന് അവളെ പൊതിഞ്ഞത്. പിറകിലേക്ക് കുതിർന്നു കിടക്കുന്ന അവളുടെ നീളൻ മുടിയിഴകളെ വകഞ്ഞു മാറ്റി വിയർപ്പിന്റെയും പെർഫ്യൂമിന്റെയും കൂടിക്കൊഴിഞ്ഞ മണമുള്ള അവളുടെ കഴുത്തിലേക്ക് അർജുന്റെ അതിരങ്ങൾ അമരാൻ തുടങ്ങിയ അതേ സമയം തന്നെ സർവ്വശക്തിയും എടുത്ത് ആരോഹി അവനെ തട്ടിമാറ്റി. ഇതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പൊ തൽക്കാലം എന്റെ മോൻ പോകാൻ നോക്ക്. അതിന് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ. അതൊക്കെ ശരി തന്നെ. എല്ലാവരും ചേർന്ന് നമ്മുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല. വിവാഹം കഴിഞ്ഞിട്ടാവാം അതൊക്കെ. അവളുടെ സംസാരം അർജുന് ചെറുതായി ദേഷ്യം പഠിപ്പിച്ചെങ്കിലും അവൻ അവളോട് കുറച്ചുകൂടി സോഫ്റ്റായി സംസാരിച്ചു. ഉച്ചയ്ക്ക് നീ വിളിച്ചപ്പോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. നീ അത് വിട്ടുകളാ. അർജുൻ പറഞ്ഞപ്പോൾ ആരോഹിയിൽ ചെറുതായി ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞെങ്കിലും അവൾ പരിഭവത്തോടെ തന്നെ തിരിഞ്ഞു നിന്നു. എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് സോറി പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞ എനിക്ക് എത്രമാത്രം വിഷമമായിന്ന് അർജുനേട്ടന് അറിയാമോ? എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി. ഊണിലും ഉറക്കത്തിലും അർജുനേട്ടനെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്നവളാണ് ഞാൻ. ആരോഹിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിടർന്നെങ്കിലും അവൻ സമർത്ഥമായി അത് ഒളിപ്പിച്ചു വെച്ചു. സോറി സോറി, നീ വേഗം ഡ്രസ്സൊക്കെ മാറി റെഡിയായി വരൂ. അർജുന്റെയും ആരോഹിയുടെയും പ്രണയം പൂത്തുലഞ്ഞത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവരിരുവർക്കും ഏറെ പ്രിയപ്പെട്ടൊരു സ്ഥലം കൂടിയാണിത്. ആരോഹിയുടെ താഴേക്ക് വരാൻ പറഞ്ഞ് അർജുൻ മുറിവിട്ട് ഇറങ്ങിപ്പോയി. അതേ സമയത്താണ് ആരോഹിയുടെ അമ്മ വസുധ റൂമിനകത്തേക്ക് കയറി വന്നത്. അജു എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അവർ ആരോഹിയോട് ചോദിച്ചു. മുൻപും ഞങ്ങൾ വിലക്കിയിട്ടുള്ളതല്ലേ ഇങ്ങനെ റൂമിൽ വെച്ചുള്ള സംസാരവും കാണലൊന്നും വേണ്ടെന്ന്.
നിങ്ങൾക്ക് സംസാരിക്കാനും വർത്താനം പറയാനും ഈ തറവാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. പെട്ടെന്ന് വസ്തിയുടെ വാക്കുകൾ കേട്ടതും തെറ്റ് ചെയ്തവളെ പോലെ ആരോഹി മുഖം കുനിച്ചു നിന്നു. സോറി അമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ വസ്തിക്ക് മുഖം കൊടുക്കാതെ ആരോഹി പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോയി. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ തലയിലൂടെ മുഖത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ജലത്തോടൊപ്പം ആരോഹിയുടെ കണ്ണീരും കലർന്നു. അമ്മ തന്നെ അവിശ്വസിച്ചതിൽ അവൾക്ക് വല്ലാത്ത മനോവേദന തോന്നി. എങ്കിലും വേഗം കുളിച്ച് റെഡിയായി അവൾ ഒരു ധാവണി എടുത്തെടുത്ത് താഴേക്ക് നടന്നു. വസുധ ഒരല്പം കർക്കശക്കാരിയാണ്. അത് ആരോഹിക്കും അറിയാവുന്ന കാര്യമാണ്. ആരോഹി താഴേക്ക് ചെല്ലുമ്പോൾ അർജുൻ തറവാടിന് സൈഡിലെ ചെമ്പകച്ചൂട്ടിൽ ഫോൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും സമയം നീ എവിടെയായിരുന്നു ആരോഹി? അവളെ കണ്ട പാടെ തന്നെ അല്പം ഈർഷ്യയോടെ അർജുൻ ചോദിച്ചു. അവൾ താമസിച്ചതിന്റെ ദേഷ്യം അത്രയും അവന്റെ മുഖത്തുണ്ട്. ഞാൻ കുളിക്കുമായിരുന്നു അർജുനേട്ട. നനഞ്ഞ മുടി മുന്നിലേക്ക് കൈകൊണ്ട് വകഞ്ഞിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഒന്ന് കുളിക്കാൻ ഇത്രയും സമയം വേണോ? അർജുൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത്രയും നീളമുള്ള മുടി ഒന്ന് കഴുകിയെടുക്കണമെങ്കിൽ തന്നെ എത്ര സമയം വേണമെന്ന് അർജുനേട്ടനറിയോ? അതെന്തിനാണ് ഞാൻ അറിയുന്നത്? ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഈ മുടി വെട്ടി തോളപ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടി നീളം കുറിക്കാൻ. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ നിനക്ക് നിർബന്ധം നീളമുള്ള മുടി വേണമെന്ന്. അവൻ യാതൊരു കാര്യവുമില്ലാതെ തന്നോട് ദേഷ്യപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. അർജുനേട്ട, അതൊക്കെ വിട്. അമ്മയ്ക്ക് അർജുനേട്ടൻ മുറിയിലേക്ക് വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്നോട് അതേപ്പറ്റി കുറേ സംസാരിച്ചു. ഇനി മേലിൽ അർജുനേട്ടനെ എന്റെ മുറിയിൽ കണ്ടുപോകരുതെന്ന് അമ്മ തീർത്തും പറഞ്ഞു. അതിന് ഞാൻ അന്യനൊന്നും അല്ലല്ലോ. അത് നിന്റെ അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞതല്ലേ. അതാണ് അർജുനേട്ട പ്രശ്നം. നമ്മുടെ വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല. അതെന്താ ആരോഹി, നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ നിന്നെ വിവാഹം ചെയ്യുമോ എന്ന കാര്യത്തിൽ? ഞാൻ അങ്ങനെ സംശയത്തിന്റെ പുറത്തൊന്നും പറഞ്ഞതല്ല. പക്ഷെ അത് ശരിയല്ല. അമ്മയുടെ അച്ഛന്റെയും വാക്ക് ധിക്കരിച്ചുകൊണ്ട് എനിക്കൊന്നും പ്രവർത്തിക്കാനാവില്ല. ആരോഹി തീർപ്പ് പോലെ പറഞ്ഞു. അതൊന്നുമല്ല കാര്യം. നിനക്കിപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല, ശരിയല്ലേ? അർജുൻ പിന്നെയും കാര്യം മനസ്സിലാകാത്ത പോലെ സംസാരിച്ചപ്പോ ആരോഹി അവളുടെ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. താൻ എത്ര പറഞ്ഞാലും അർജുൻ അത് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് ഓഫീസിലെ കാര്യം അറിഞ്ഞതു മുതൽ അർജുൻ ആകെ ദേഷ്യത്തിലാണ്. ആ അർജുനോട് ഇനി താൻ എങ്ങനെ സിഇഒയുടെ PA ആണെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. എല്ലാം കൂടെ ഓർത്തപ്പോ അവൾക്ക് തല പുകഞ്ഞു. എങ്കിലും അവനോട് അതേപ്പറ്റി പറയാൻ തന്നെ ആരോഹി തീരുമാനിച്ചു. ഇപ്പോ താൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി അർജുനേട്ടൻ ഉറപ്പായും അതേപ്പറ്റി അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തനിക്ക് നല്ലതിനാവില്ല. അർജുനേട്ടന്റെ ദേഷ്യം തനിക്കറിയാവുന്നതാണ്. ആരോഹി ആലോചനയോടെ നിന്നു. വളരെ ബോൾഡായ കുട്ടിയാണ് ആരോഹി. എങ്കിൽ പോലും അവൾ ദുർബലയായി പോകുന്നത് അർജുന്റെ സ്നേഹത്തിന്റെ മുൻപിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ അവൾക്ക് പിടികിട്ടിയിട്ടില്ല. ചില സമയങ്ങളിൽ പ്രണയമായിരിക്കും. അത് നമ്മളെ എല്ലാ രീതിയിലും തളർത്തിക്കളയും. ആ ഒരാളിലേക്ക് മാത്രമായി നമ്മളെ തളച്ചിട്ട് കളയും. അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആരോഹിയും. എനിക്ക് ഏട്ടനോട് കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്പം ഭയത്തോടെയാണെങ്കിലും ആരോഹി പറയാൻ തന്നെ തീരുമാനിച്ചു. എന്ത് കാര്യം? അവളുടെ മുഖവുര കണ്ടപ്പോൾ തന്നെ അർജുന് തോന്നി അവൾ പറയാൻ പോകുന്നത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന്. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ദയവ് ഇത് സപ്പോർട്ട് ചെയ്യണേ.